ഓക്കെ, ഇന്ന് നമ്മൾ ചാപ്റ്റർ 5 ആണ് പഠിക്കുന്നത്. അതായത് പ്രതിരോധവും ബാക്കി എന്തോ ആരോഗ്യ സംരക്ഷണവും എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ്. ഇതിനകത്ത് കുറേശ്ശെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഒത്തിരി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ ഞാനങ്ങ് നിർത്തിക്കോളാം കേട്ടോ. ലോക ആരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കും. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം. അപ്പൊ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഫിസിക്കലിയും ഉണ്ട്, മെന്റലിയും ഉണ്ട്, സോഷ്യലിയും. ആ 3 കാര്യങ്ങളൂടെ ചേരുമ്പോൾ മാത്രമേ എന്ത് ഉണ്ടാവത്തുള്ളൂ? ആരോഗ്യം എന്നതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫിസിക്കലി, മെന്റലി ആൻഡ് സോഷ്യലി ഉള്ള സുസ്ഥിതിക്ക് പറയുന്ന പേരാണ് ആരോഗ്യം. രോഗമില്ലാത്ത അവസ്ഥയോ വൈകല്യമില്ലാത്ത അവസ്ഥയോ എന്നാണോ ആരോഗ്യത്തിന്റെ അർത്ഥം? അല്ല. ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സമ്പൂർണ്ണ സുസ്ഥിതിയാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കളൊക്കെ പ്രവേശിച്ച് രോഗമുണ്ടാക്കാൻ കഴിയുന്ന രോഗാണുക്കൾ അടക്കമുള്ള എന്തിനേയും നമ്മൾ എന്തെന്ന് പറയും? ആന്റിജൻ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് രോഗമുണ്ടാക്കാൻ കഴിയുന്ന രോഗാണുക്കൾ അടക്കമുള്ള എന്തിനേയും നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം? ആന്റിജൻ എന്ന് വിളിക്കാം. രോഗാണുക്കൾ, പരാഗരേണുക്കൾ, പൊടി, ചില ഭക്ഷ്യവസ്തുക്കൾ, രാസവസ്തുക്കൾ എന്നിവയെല്ലാം ആന്റിജനുകൾക്ക് ഉദാഹരണം ആണ്. എന്തൊക്കെയാണ്? രോഗാണുക്കൾ, പരാഗരേണുക്കൾ, പൊടി, ചില ഭക്ഷ്യവസ്തുക്കൾ, രാസവസ്തുക്കൾ എന്നിവയെല്ലാം ഏതിന് ഉദാഹരണമാണ്? ആന്റിജൻ. അപ്പൊ അത് രോഗാണുവാവാം, പിന്നെ നമുക്ക് ഈ പൂമ്പൊടി പോലത്തെ സംഭവങ്ങളാവാം, പൊടിയാവാം, ഭക്ഷ്യവസ്തുക്കളാവാം, രാസവസ്തുക്കളാവാം. ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? ആന്റിജൻ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഏത് മൂലമാണോ രോഗം ഉണ്ടാകാൻ ഒരു രോഗാണു വരുന്നത്, അതിനെ എല്ലാത്തിനെയും നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം? ആന്റിജൻ എന്ന് വിളിക്കാം. രോഗാണുക്കളാവാം, പരാഗരേണുക്കളാവാം, പൊടിയാവാം, ഭക്ഷ്യവസ്തുക്കളാവാം, രാസവസ്തുക്കളാവാം. ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ആന്റിജൻ ഉദാഹരണമാണ്. ഇനി നമുക്ക് രോഗാണു പ്രവേശനം തടയുന്നതിനും എല്ലാ രോഗാണുക്കളും നമ്മുടെ ശരീരത്തിൽ കയറിയെന്നും പറഞ്ഞിട്ട് നമുക്ക് രോഗം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിന് നമ്മുടെ ശരീരം സ്വയമേ പ്രതിരോധങ്ങളൊക്കെ ഏർപ്പെടുന്നുണ്ട്. അത് ചിലപ്പോൾ ജന്മനാ ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്താവാം, ആർജിതമായിട്ട് ഉണ്ടാവുന്നതായിരിക്കാം. അപ്പൊ രോഗപ്രതിരോധത്തിന് നമുക്ക് എന്തായിട്ട് പറയാം? സഹജമെന്നും ആർജിത പ്രതിരോധം എന്നും പറയാം. ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ നോർമലി ഉണ്ടാവുന്നതും, അല്ലാതെ നമ്മൾ ഒരു കാലാവസ്ഥയൊക്കെ അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം സ്വയം ആ ലൈഫിൽ ആർജിച്ചെടുത്തതാണെന്നും പറയാം. അതായത് ജന്മന എന്നും ആർജവം എന്നും പറയാം. സഹജ പ്രതിരോധം, അതിനെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നുണ്ട്. ജന്മന ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് സഹജ പ്രതിരോധം. ജന്മന ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക പ്രതിരോധ സംവിധാനം സഹജ പ്രതിരോധം. സഹജ പ്രതിരോധത്തിൽ ആന്റിജനുകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വിവിധ മാർഗം ഉണ്ട്. ഇവയെ പൊതുവായി പ്രാഥമിക തല പ്രതിരോധം എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ പിന്നെ ഇതൂടെ ഒന്ന് എഴുതിക്കോണേ, ടൈറ്റിൽ ഹെഡിങ് കൂടെ എഴുതിക്കോണേ. ആരോഗ്യം എന്ന് എഴുതുക. രണ്ടാമത്തത് ആന്റിജന്, മൂന്നാമത്തത് സഹജ പ്രതിരോധം, ആർജിത പ്രതിരോധം. ടൈറ്റിൽ ഹെഡിങ് ആയിട്ട് എഴുതണേ. അത് സഹജ പ്രതിരോധം എന്ന് പറയുന്ന ടൈമിൽ നമ്മൾക്ക് എന്ത് വേണം? പ്രാഥമിക തല പ്രതിരോധം എവിടെ വരുന്നു? സഹജ പ്രതിരോധത്തിൽ വരുന്നു. പ്രാഥമിക തല പ്രതിരോധം വരുന്നത് എവിടെയാണ്? സഹജ പ്രതിരോധത്തിലാണ്. എവിടെയാണ്? സഹജ പ്രതിരോധത്തിൽ. ജന്മനാ ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവികമായ പ്രതിരോധ സംവിധാനമാണ് സഹജ പ്രതിരോധം. അപ്പൊ അത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പേ പറഞ്ഞ പൊടിയായാലും ഭക്ഷ്യവസ്തുക്കളായാലും രാസവസ്തുക്കളായാലും ഒക്കെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വിവിധ മാർഗങ്ങൾ ഉണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാവുന്നതാണ്? അതായത് നമുക്ക് ഉമിനീർ, കണ്ണുനീർ എന്നിവയിലെ ലൈസോസൈം, ചെവിയിലെ മെഴുക്, പിന്നെ ശ്ലേഷ്മം, ശ്ലേഷ്മസ്തരം, ശ്വാസനാളത്തിലെ സീലിയ, ത്വക്കിലെ സെബം, ദഹനപഥത്തിലെയും മൂത്രപഥത്തിലെയും ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകള്, ശ്ലേഷ്മം, ശ്ലേഷ്മസ്തരം, ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇവയെല്ലാം നമുക്ക് ഒരു പ്രാഥമികമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്നുണ്ട്. നോർമലി നമ്മുടെ ചെവിയിലെ മെഴുക്, മൂക്കിലെ ഒക്കെ ആയാലും ശ്ലേഷ്മം, ശ്ലേഷ്മസ്തരം, ഉമിനീർ, കണ്ണുനീർ എന്നിവയിലെ ലൈസോസൈം, ശ്വാസനാളത്തിലെ സീലിയ, ത്വക്കിലെ സെബം,
ലഹനപഥത്തിലെയും മൂത്രപഥത്തിലെയും ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകൾ, ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം, ശ്ലേഷ്മസ്ഥലം, ഇവയെല്ലാം എന്തിനകത്ത് പ്രൈമറി ആയിട്ടുള്ള എന്ത് നൽകുന്നുണ്ട്? പ്രതിരോധം നൽകുന്നുണ്ട്. ഇനി പ്രാഥമിക തല പ്രതിരോധത്തെ ഭേദിച്ച് രോഗാണുക്കൾ ശരീരത്തിൽ എത്തിയാൽ, അതായത് അവിടെ വലിയ രീതിയിൽ ഇമ്മ്യൂണിറ്റി ഒന്നും ഉണ്ടാവുന്നില്ല, അവയെ പ്രതിരോധിക്കുന്നതിനുള്ള സഹജ പ്രതിരോധ സംവിധാനമാണ് ഏത്? ദ്വിതീയ തല പ്രതിരോധം എന്ന് പറയുന്നത്. അതും എന്ത് തന്നെയാണ്? സഹജമാണ്. ബൈ ബർത്ത് വഴി നമുക്ക് കിട്ടുന്നതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നതാണ് ദ്വിതീയം എന്ന് പറയുന്നത്. അതായത് പ്രൈമറി കൊണ്ട് പറ്റുന്നില്ല, രോഗാണുക്കൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ സെക്കൻഡറി ലെവൽ. ശരീരത്തിൽ പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ ഏകോപനമായിട്ടുള്ള പ്രവർത്തനം. അതായത് പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഒന്നിച്ചൊന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് സെക്കൻഡറിയിൽ ഉണ്ടാവുന്നത്. എല്ലാം കൂടെ. മറ്റേതെന്താണ്? ഓരോന്നോരോന്നായിട്ടല്ലേ ഓരോ അവയവങ്ങളും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഇത്രയും ഒരു വലിയൊരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കുക. ഇതുവഴി ഒരു കള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു സെക്യൂരിറ്റി വെക്കും, ഇതുവഴി കയറാതിരിക്കാൻ ഇവിടെ ഒരു സെക്യൂരിറ്റി വെക്കും, ഇവിടെ കയറാതിരിക്കാൻ ഇവിടെ ഒരു സെക്യൂരിറ്റി വെക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെയുള്ള രോഗന്മാരായിട്ടുള്ള കള്ളന്മാരെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന്റെ വിവിധ അവയവങ്ങളിൽ വെച്ചിരിക്കുന്നതിനെയാണ് പ്രൈമറി എന്ന് പറയുന്നത്. ഇനി ബൈ ചാൻസ് എങ്ങനെയും കള്ളൻ ഇതിനകത്ത് കയറി എന്ന് വിചാരിക്കോ, അതിനകത്തുള്ള ആൾക്കാര് സെക്കൻഡറി പ്രതിരോധം തീർക്കും. മനസ്സിലായോ പറഞ്ഞ കാര്യം? പ്രൈമറി എന്ന് പറഞ്ഞത് ആ വെളിയിലുള്ള അത്യാവശ്യം സ്കിന്നും ചെവിയും ശ്വാസനാളം അതിന്റെ എല്ലാം കവറിങ്സിൽ ചെയ്യുന്നതാണ് പ്രൈമറി വരുന്നത്. ഇനി ബാക്കി വരുന്നത് കാര്യങ്ങൾ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? സെക്കൻഡറി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾക്ക് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ, അതായത് അതിന് പറഞ്ഞത് ശ്വേതരക്താണുക്കൾ. അപ്പൊ ആ ശ്വേതരക്താണുക്കൾക്കകത്താണ് ഇനി എല്ലാ ആക്ഷൻസും എടുക്കാൻ പോകുന്നത്. അപ്പൊ സെക്കൻഡറി ആയിട്ടുള്ള പ്രതിരോധമാണ് ആര് ചെയ്യുന്നത്? വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന സഹജ പ്രതിരോധത്തിൽ ചെയ്യുന്നത്. മനസ്സിലായോ? പറഞ്ഞ കണ്ടന്റ് എന്തുവാണ്? അപ്പൊ പ്രൈമറിയിൽ വരുന്നതാണ് നമ്മളുടെ മൂക്ക്, കണ്ണ്, ചെവി, ശ്വാസകോശം, ഇതിനകത്തൊക്കെ വരുന്നു. ഇനി ബ്ലഡിനകത്തുള്ള ആൾക്കാരാണ് സെക്കൻഡറിക്കകത്ത് വരുന്നത്. മനസ്സിലാവുന്ന പറഞ്ഞത്? ഇത് രണ്ടും എന്താണ്? പ്രൈമറി ആയാലും കൊള്ളാം, സെക്കൻഡറി ആയാലും കൊള്ളാം, ഇത് സഹജമാണ്, ബൈ ബർത്തിൽ നമ്മൾക്ക് കിട്ടുന്നുള്ള. ഇനി അതായത് ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നു, രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയെല്ലാം ആര് ചെയ്യുന്നു? ന്യൂട്രോഫിൽ ചെയ്യുന്നുണ്ട്. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നു, രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു ആര്? ന്യൂട്രോഫിൽ. ന്യൂട്രോഫിലിന്റെ ജോലി എന്തുവാ? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഈസ്നോഫിൽ എന്ത് ചെയ്യുന്നു? അലർജി ഉണ്ടാകുമ്പോൾ പുറത്തു വിടുന്ന രാസവസ്തുക്കളെ നിർവീര്യം ആക്കുന്നു, പരാതങ്ങളെ നശിപ്പിക്കുന്നു. ഈസ്നോഫിൽ ആവുന്ന സമയത്ത് നമ്മൾക്ക് അലർജി ഒക്കെ ഉണ്ടാവുന്ന ടൈമില് രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നത് ആരാണ്? ഈസ്നോഫിലാണ്. ഈസ്നോഫിലാണ് പരാതങ്ങളെ നശിപ്പിക്കുന്നു. വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരെണ്ണം ന്യൂട്രോഫിൽ. ഇനി മോണോസൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൃതകോശങ്ങളെയും അന്യവസ്തുക്കളെയും ബാക്ടീരിയകൾ എന്നിവയും വിഴുങ്ങി നശിപ്പിക്കുന്നു മോണോസൈറ്റ്. മോണോസൈറ്റും ആരും ആണ് വിഴുങ്ങി നശിപ്പിക്കുന്നത്? ന്യൂട്രോഫിലും ആണ്. മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ് വിഴുങ്ങി നശിപ്പിക്കുന്നത്. മോണോ കൊണ്ട് ന്യൂട്രലിൽ വിഴുങ്ങി എന്ന് ഓർത്തേച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ ചില പിന്നെ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മോണോ കൊണ്ട് ന്യൂട്രലിൽ വിഴുങ്ങി എന്നൊക്കെ പറയത്തില്ലേ? ഒരു സാധനം നമ്മൾ വേറെ ആരും കാണാതൊക്കെ കഴിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. സോ അത് രണ്ടും എന്താണ്? വിഴുങ്ങുകയാണ്. ന്യൂട്രോഫിലും മോണോസൈറ്റും വിഴുങ്ങുന്നു. ഫാഗോസൈറ്റോസിസ് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാൻ പറ്റുന്നുണ്ട്. അതായത് അന്യവസ്തുക്കളെയും ബാക്ടീരിയകളെയും മൃതകോശങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്നു മോണോസൈറ്റ്. ഇനി മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ആരാണ്? മോണോസൈറ്റ്. ഇനി ബേസോഫിൽ എന്താണ്? രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനെയും അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ അതൊരു പുതിയ പോയിന്റ് ആണ് നമ്മളെ സംബന്ധിച്ചിട്ടില്ലേ? ബേസോഫിൽ എന്ന് പറയുന്നത് പണ്ടൊക്കെ പറഞ്ഞിരിക്കുന്ന എന്താണ്? എല്ലാത്തിനെയും ബാക്കിയുള്ളവരെയൊക്കെ ഉത്തേജിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും വന്നപ്പോഴത്തേക്ക് മാറ്റം വന്നിരിക്കുന്നു. ഹെപ്പാരിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. അതിന് പറയുന്ന പേരെന്തോ? രക്തം കട്ട പിടിക്കുന്നത് തടയുന്നത് ആരാ? അതായത് നമ്മുടെ ബ്ലഡിനകത്ത് രക്തം ഉണ്ട്, അത് പെട്ടെന്ന് കട്ടിയാവാതിരിക്കാൻ സഹായിക്കുന്ന ആരാ? ഹെപ്പാരിനാണ്. അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണം, അലർജിയുടെ വീക്കത്തിന് കാരണം, അതായത് ഇപ്പൊ നമ്മള്
അലർജി ഉണ്ടായി പെട്ടെന്ന് നമ്മുടെ കണ്ണൊക്കെ ചൊറിഞ്ഞ് കണ്ണൊക്കെ വീഴുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ഉത്പാദിപ്പിക്കുന്നു? ഹിസ്റ്റമിൻ. അപ്പം രക്തം കട്ട പിടിക്കുന്ന തടയുന്ന ഹെപ്പാരിനെയും അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന എലമെന്റ് ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു പദാർത്ഥം ഏതാണ്? ഹിസ്റ്റമിൻ ആണ്. ആ ഹിസ്റ്റമിനെയും ഉൽപ്പാദിപ്പിക്കുന്ന WBC ആണ് ഏത്? ബേസോഫിൽ എന്ന് പറയുന്നത്. ബേസോഫിൽ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ന്യൂട്രോഫിൽ ചോദിച്ചാലും പിന്നെ മോണോസൈറ്റ് ചോദിച്ചാലും ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്. മോണോസൈറ്റിന് മൃതകോശങ്ങളെയും അന്യവസ്തുക്കളെയും വിഴുങ്ങി നശിപ്പിക്കുക എന്ന ജോലികൾ ഉണ്ട്. ഇനി ഹെപ്പാരിന്റെ ചോദിച്ചാലും ഹിസ്റ്റമിന്റെ ചോദിച്ചാലും ആരാ ഫങ്ഷൻ ചെയ്യുന്നത്? ബേസോഫിലാണ്. ഹെപ്പാരിൻ ചോദിച്ചാലും ഹിസ്റ്റമിൻ ചോദിച്ചാലും ആൻസർ ഏതിലേക്ക് പോകണം? ബേസോഫിലിലേക്ക് പോകണം. പിന്നെ പരാദങ്ങളെ നശിപ്പിക്കുന്നു എന്ന് ചോദിച്ചാലും അലർജി ഉണ്ടാവുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു എന്ന് ചോദിച്ചാലും ആരുടെ പേര് പറയണം? ഈസ്നോഫിൽ പറയണം. ഓക്കെ ആണോ? ഇനി നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഫാഗോസൈറ്റോസിസ്. WBC കോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇനി അങ്ങനെയുള്ള രക്തകോശങ്ങൾക്ക് പറയുന്ന പേര് ഫാഗോസൈറ്റോസിസ് സൈറ്റുകൾ എന്നാണ്. ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ന്യൂട്രോഫിലും മോണോസൈറ്റും ഓർമ്മയുണ്ടോ? അത് രണ്ടുമാണ് ബാക്ടീരിയനെ വിഴുങ്ങി നശിപ്പിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ? ഇനി ഹിപ്പാരിനും ഹിസ്റ്റമിനും എന്നൊക്കെ പറയുമ്പോൾ ആരുടെ പേര് ഓർത്തോണം? ബേസോഫിൽ ഓർത്തോണം. അലർജി ഉണ്ടാകുമ്പോൾ റിലേറ്റ് ചെയ്ത് എന്ത് പറയണം? ഈസ്നോഫിൽ. അത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി എന്ന് പറയുന്ന സംഭവത്തിനകത്ത് സഹജ പ്രതിരോധം ഏർപ്പെടുത്തുന്നത്. മനസ്സിലായോ? അതായത് WBCക്കകത്തെ ഈ 4 കാര്യങ്ങൾ ആണ് സഹജ പ്രതിരോധത്തിൽ സെക്കൻഡറി ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. മോണോസൈറ്റും ന്യൂട്രോഫിലും ഈസ്നോഫിലും ആൻഡ് ബേസോഫിലും. മോണോസൈറ്റ്, ന്യൂട്രോഫില്, ഈസ്നോഫില് ആൻഡ് ബേസോഫില്. പഠിച്ചോ? ഇനി നോക്കിക്കേ, ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നതിനകത്ത് ഒരു പിക്ചർ ഒക്കെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ലൈസോസോം, ഗ്രാഹികള്, രോഗാണു, ഫാഗസോം, ഫാഗോലൈസോസോം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വീങ്ങൽ പ്രതികരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വീങ്ങൽ പ്രതികരണം അതായത് നമുക്കൊരു മുറിവൊക്കെ ഉണ്ടായി, അപ്പൊ പെട്ടെന്ന് 2 ദിവസം കഴിയുന്ന സമയത്ത് അത് കുറച്ച് ഭാഗം ഇങ്ങനെ വീങ്ങി നിൽക്കുന്ന ഒരു ചെറിയൊരു ഇത് കാണത്തില്ലേ? ഒരു ഇൻഫെക്ഷൻ പോലെ കുറച്ച് വീങ്ങി നിൽക്കത്തില്ലേ? വീങ്ങി കുറച്ച് എന്താണ് നമ്മൾ അറിയത്തില്ലേ, ചതഞ്ഞതാണെന്നൊക്കെ പറയത്തില്ലേ? ചതഞ്ഞതാ, കുറച്ച് വീങ്ങി നിൽക്കുക, കുറച്ച് അത്. അതായത് മുറിവോ ചതവോ ഏറ്റ ഭാഗത്ത് രക്തപ്രവാഹം വർദ്ധിപ്പിച്ച് അണുബാധയെ നേരിടുന്നതിനായി ആര് ചെയ്യുന്നതാണ് ഇത്? WBC ചെയ്യുന്ന മാർഗമാണ് വീങ്ങൽ പ്രതികരണം എന്ന് പറഞ്ഞത്. എന്താണ്? മുറിവോ ചതവോ ഏറ്റ ഭാഗത്ത് എന്തു കൂട്ടുന്നുണ്ട്? രക്തപ്രവാഹം കൂട്ടുന്നത് മൂലം എന്തിനെ നേരിടുന്നു? അണുബാധയെ നേരിടാനായി ആര് ചെയ്യുന്നു? WBC ചെയ്യുന്ന മാർഗമാണ് ഏത്? വീങ്ങൽ പ്രതികരണം. വീങ്ങൽ പ്രതികരണം മുറിവോ ചതവോ ഏറ്റ ഭാഗത്ത് രക്തപ്രവാഹം വർദ്ധിപ്പിച്ച് അണുബാധ നേരിടാനായി വെളുത്ത രക്തകോശങ്ങളെ എത്തിക്കുന്ന മാർഗമാണ് ഏത്? വീങ്ങൽ പ്രതികരണം. പഠിച്ചോ? അപ്പൊ എന്താ, രക്തപ്രവാഹം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് അവിടെ ചോദിക്കാം. വീങ്ങൽ പ്രതികരണത്തിൽ എന്തുവാ? രക്തപ്രവാഹം കൂടുന്നു എന്ന് ഓർത്ത് വെച്ചേക്കണം. മുറിവേറ്റ ഭാഗത്തെ കോശങ്ങൾ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? രക്തം കട്ടയാകുന്നത് തടയുന്നു ആണോ? ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞ സംഭവം എന്താ ചെയ്യുന്നത്? രക്തം കട്ടയാകാതെ നോക്കുന്നു. അല്ല, എന്താണ്? വീക്കം ഉണ്ടാവും അല്ലേ? രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു. ഹെപ്പാരിൻ. അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്നു. ഹിസ്റ്റമിൻ വീക്കം. ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞത് വീക്കമാണ്. അപ്പൊ മുറിവേറ്റ ഭാഗത്തെ കോശങ്ങൾ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാവുന്ന ടൈമിൽ വീക്കം ഇല്ലേ? വീക്കം. അപ്പൊ ഇവിടെ ഈ വിങ്ങലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഏത് ഓർത്തോണം? ഹിസ്റ്റമിൻ ഓർത്തോണം. എന്താണ്? അപ്പൊ ആ ഹിസ്റ്റമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരെന്നാ നമ്മൾ പഠിച്ചത്? ഏത് WBC ആ? ബേസോഫിൽ അല്ലെ? അപ്പൊ ബേസോഫിലാണ് ഹിസ്റ്റമിനെയും ഹെപ്പാരിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹെപ്പാരിൻ എന്ന് പറയുന്നത് എന്തുവാ? രക്തം കട്ടയാകുന്നത് തടയുന്നത് ഹെപ്പാരിൻ.
ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിയൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ വീക്കം. ഇനി നമുക്ക് ഇവിടെ മുറിവോ ചതവോ ഒക്കെ ഉണ്ടാകുന്ന ഭാഗത്ത് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ വീങ്ങൽ ഉണ്ടാകുന്നുണ്ടല്ലോ, വീങ്ങുക എന്ന് പറഞ്ഞൊരു പ്രതികരണം ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ ആ WBC ഉണ്ടല്ലോ, വീങ്ങൽ പ്രതികരണത്തിന് കാരണമാകുന്നത് ആര് അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്? WBC അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് ഈ വീങ്ങൽ അല്ലെങ്കിൽ അലർജി മൂലമൊക്കെ ഉണ്ടാവുന്ന വീക്കത്തിന് കാരണമാകുന്നത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അതായത് നമ്മൾക്ക് അലർജി മൂലം ഉണ്ടാവുന്ന വീക്കത്തിന് കാരണം ഹിസ്റ്റമിൻ ആണ് നമ്മൾക്ക് അതിന് വീക്കത്തിന് കാരണം. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരെന്നാ ഇപ്പൊ പഠിച്ചത്? പറഞ്ഞേ, ബേസോഫിൽ. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹിസ്റ്റമിൻ ചോദിച്ചാലും ഹെപ്പാരിൻ ചോദിച്ചാലും ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? WBC ആയിട്ടുള്ള ബേസോഫിൽ. ആരാണ്? ബേസോഫിൽ. ഹിസ്റ്റമിൻ ആയാലും ഹെപ്പരിൻ ആയാലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ബേസോഫിൽ ആണ് ഹിസ്റ്റമിനെയും ഹെപ്പാരിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹിസ്റ്റമിൻ അലർജിയുമായി ബന്ധപ്പെട്ട വീക്കം. ഇനി നമ്മുടെ ശരീരത്തിൽ മുറിവോ ചതവോ ഉണ്ടാകുമ്പോൾ WBC കോശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാർഗം അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന് പറയുന്ന പേരെന്തുവാ? വീങ്ങൽ പ്രതികരണം. ഏതാണ്? വീങ്ങൽ പ്രതികരണം ആണ്. മുറിവേറ്റ ഭാഗത്തെ കോശങ്ങൾ ഹിസ്റ്റമിനും മറ്റു രാസവസ്തുക്കളും പുറത്തുവിടുന്നു. ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു. രക്തപ്രവാഹം വർദ്ധിച്ച് വെളുത്ത രക്തകോശങ്ങളായ മോണോസൈറ്റും ന്യൂട്രോഫിലുകളും ആ ഭാഗത്തേക്ക് എത്തുന്നു. ഇവ രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. ഇവിടെ വരെ ഓക്കെ ആണോ? ഈ വീങ്ങൽ പ്രതികരണം വരെ നിങ്ങളുടെ മനസ്സിലേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇനി ആരിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും? നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവേറ്റിട്ടുണ്ട്, അവിടെ നമ്മൾക്ക് ആര് വർക്ക് ചെയ്യാൻ തുടങ്ങും? വീക്കമാണ്. സോ ആര് വർക്ക് ചെയ്യും? ഹിസ്റ്റമിൻ രാസവസ്തുക്കളും. ഇത് രക്തക്കുഴലുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ടൈമിലെല്ലാം അങ്ങ് വികസിപ്പിക്കുക. അതുകൊണ്ടാണ് നമുക്ക് നീര് ഉണ്ടാവുന്നത്. നീരും വീക്കും ഒക്കെ ഉണ്ടാവത്തില്ലേ? രക്തക്കുഴല് വികസിച്ചു. രക്തപ്രവാഹം വർദ്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? WBC എന്ത് ചെയ്യുന്നുണ്ട്? ആരെയൊക്കെ വിടുന്നുണ്ട്? മോണോസൈറ്റിനെയും ന്യൂട്രോഫിലും. അത് രണ്ടും എന്തുവാ? ബാക്ടീരിയകളെയൊക്കെ വിഴുങ്ങുന്നതാണ്. ഫാഗോസൈറ്റോസിസ് അല്ലെ മോണോസൈറ്റും ന്യൂട്രോഫിലും എന്ന് പറയുന്നത്. ന്യൂട്രലിൽ മോണ കൊണ്ട് വിഴുങ്ങി എന്നല്ലേ നമ്മൾ പഠിച്ചത്? ഇവ രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കണം. അതായത് നമുക്ക് വീങ്ങൽ പ്രതികരണം എന്ന് പറഞ്ഞത് മുറിവോ ചതവോ ഏറ്റ ഭാഗത്ത് രക്തപ്രവാഹം വർദ്ധിപ്പിച്ചിട്ട് അണുബാധ നേരിടാനായി എത്തിക്കുന്ന ഒരു മാർഗമാണ് വീങ്ങൽ പ്രതികരണം. അപ്പൊ ഈ വീങ്ങൽ പ്രതികരണം ഈ മുറിവേറ്റ ഭാഗത്തുള്ള കോശങ്ങൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മുറിവേറ്റ ഭാഗത്തെ കോശങ്ങൾ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ആ ഹിസ്റ്റമിൻ ആരാ ഉണ്ടാക്കുന്നത്? നമ്മൾ മുമ്പേ പഠിച്ചു. ആരാ ഹിസ്റ്റമിൻ ഉണ്ടാക്കുന്നത്? ബേസോഫിൽ. തെറ്റിപ്പോവരുത്. വിഴുങ്ങുന്നു, രോഗാണുക്കളെ വിഴുങ്ങുന്നു. ആരാണ്? ന്യൂട്രലിൽ മോണ കൊണ്ട് വിഴുങ്ങി. കിട്ടിയോ? അപ്പൊ ഹിസ്റ്റമിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബേസോഫിൽ. അപ്പൊ ആ ബേസോഫില് ഹിസ്റ്റമിനെ പ്രൊഡ്യൂസ് ചെയ്ത് രക്തക്കുഴലുകളൊക്കെ വികസിച്ചിട്ട് ആരവിടെ വരുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കലി വിഴുങ്ങാൻ വേണ്ടിയിട്ട് മോണോസൈറ്റും ന്യൂട്രോഫിലും ആ ഭാഗത്തേക്ക് എത്തി രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അപ്പൊ ഈ വീങ്ങൽ പ്രതികരണത്തിന്റെ ഈ ഒരു സ്റ്റേജ് വരെ നിങ്ങൾ പഠിച്ചുകൊണ്ട് വരിക. നമ്മൾ ഇത് വെച്ച് നിർത്തുവാണേ. ഇതുവരെ നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് തന്നെ ആ PDF എടുത്ത് ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് സെറ്റ് ആയിക്കോളും. അത് ഓക്കെ. ക്ലിയർ ആയോ നോക്കൂ. അല്ല PDF വന്നോ? ഓക്കെ, താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.